my dear students, welcome to Teacher at Home. Today class we are going to learn the second chapter, that is from hunting, gathering to growing food. അല്ലേ? അതായത് ഫുഡ് എങ്ങനെയൊക്കെയാണ് പല വിധത്തിലുണ്ട് അല്ലേ? ഗ്യാദർ ചെയ്യണത്. തുഷാർസ് ട്രെയിൻ ജേർണി, തുഷാറുടെ ട്രെയിൻ യാത്ര. തുഷാർ വാസ് ഗോയിങ് ഫ്രം ഡൽഹി ടു ചെന്നൈ ഫോർ ഹിസ് കസിൻസ് വെഡിങ്. അപ്പൊ കസിന്റെ കല്യാണത്തിന് പോവാണ്. They were traveling by train. ട്രെയിനിലൂടെയാണ് യാത്ര. And he had managed to squeeze into the window seat. എങ്ങനെയെങ്കിലും വിൻഡോ സീറ്റിന്റെ അടുത്തിരിക്കാൻ താല്പര്യപ്പെട്ടു. His nose glued to the glass pane. As he watched trees and houses fly past, his uncle tapped his shoulder and said, "Do you know the train were first used for about 150 years ago, and there were people began using buses a few decades later." അതായത് ട്രെയിൻ ആണ് ആദ്യ കാലത്തുള്ള യാത്രയ്ക്കുള്ള ഉപാധി. 150 years before. ഓക്കെ, ഇപ്പോഴൊക്കെയാണ് ഈ ബസ്സൊക്കെ വന്നു തുടങ്ങിയത്. തുഷാറിന് ആശ്ചര്യമായി. When people could not travel quickly from one place to another, did they spend their entire lives wherever they were born? No. അപ്പൊ പെട്ടെന്ന് യാത്ര ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, സ്പീഡായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവര് ജനിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കുവോ? ഇതായിരുന്നു അവന്റെ ക്വസ്റ്റ്യൻ. The earliest people, why were they on the move? We know about people who lived in the subcontinent as early as 2 million years ago. Today we describe them as hunter-gatherers. അപ്പൊ പണ്ട് കാലത്തൊക്കെ എന്ന് പറഞ്ഞ ആൾക്കാർ ഒരു പ്രദേശത്ത് നിന്ന് മറ്റു പ്രദേശത്തിലേക്ക് അല്ലെ ഫുഡ്, ലൈവ്ലി, പിന്നെ ജീവിക്കാനുള്ള ഉപാധി ഇതൊക്കെ അന്വേഷിച്ചിട്ട് അവര് ഗ്യാദർ ചെയ്ത് ഒരു സ്ഥലത്ത് ഫിക്സ് അല്ലാതെ ഹണ്ടേഴ്സിനെ പോലെ, വേട്ടയാളെ പോലെ ഇങ്ങനെ ഗ്യാദർ ചെയ്തുകൊണ്ടിരിക്കും. The name comes from the way in which they got their food. എവിടെ നിന്നാണോ ഭക്ഷണം കിട്ടുന്നത് അവിടെ അവർ താമസം ഉറപ്പിച്ചിട്ട് പിന്നെ അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുക. ജനറലി they hunted, വേട്ടയാടുന്നത് എന്തൊക്കെയാ? വൈൽഡ് ആനിമൽസ്, കോട്ട് ഫിഷ് ആൻഡ് ബേർഡ്സ്, മീൻപിടുത്തവും പക്ഷികളെ പിടുത്തവും, ഫ്രൂട്ട്സ്, റൂട്ട്സ്, വേരുകള്, നട്ട്സ്, സീഡ്സ്, ലീവ്സ്, സ്റ്റോക്സ് ആൻഡ് എഗ്സ്, ഇതൊക്കെയാണ് അവര് ഫുഡിന് വേണ്ടി ഗ്യാദർ ചെയ്തത്. ഹണ്ടർ ഗ്യാദറേഴ്സ് മൂവ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. ഹണ്ടർ ഗ്യാദറേഴ്സ്, വേട്ടയാടപ്പെട്ട് എന്താണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. There are many reasons for this. ഇതിന് പല റീസൺസും ഉണ്ട്. First, if they had stayed at one place for a long time, they would have eaten up all the available plant. അപ്പോൾ ഒരു സ്ഥലത്ത് അവർ താമസിക്കാന്ന് വിചാരിച്ചാൽ അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസും എല്ലാം മാക്സിമം യൂസ് ചെയ്യും. എന്നിട്ട് അവിടെ പിന്നെ ഒന്നും ഉണ്ടാവില്ല ഉപയോഗിക്കാൻ പറ്റുന്നത്. Therefore, they would have to അപ്പൊ ഇനി വേറെ സ്ഥലത്തേക്ക് പോകണം, ഫുഡിന് വേണ്ടി വേറെ സ്ഥലത്തേക്ക് അന്വേഷിച്ചു പോകണം. Second, animals move from one place to animal, either in search of smaller prey, or in the case of deer, wilder cattle in search of grass and leaves. Animals ഇതുപോലെ തന്നെയല്ലേ, ഓരോ ഫുഡ് അന്വേഷിച്ച് ഓരോ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. That is why those who hunted them have to follow their movements. അപ്പോൾ അവരെ ഹണ്ട് ചെയ്തവരെന്താണ്, അവരുടെ മൂവ്മെന്റ്സ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. Plants and trees bear fruit in different seasons. അപ്പോൾ പല സീസണിലാണ് ഈ പ്ലാന്റ്സും ട്രീസ് എന്താണ് കായ്ക്കുന്നത് അല്ലെ. So people may have moved from one season to another in search of different kind of plants. അപ്പോൾ ഓരോ സീസണിൽ ഇവര് ഫുഡ് അന്വേഷിച്ചിട്ട് മീൻസ് ഓരോ സ്ഥലത്തേക്ക് മാറിക്കൊണ്ടിരിക്കും. Fourth, people, plants and animals need water to survive. അപ്പോൾ എല്ലാ ജീവജാലങ്ങൾക്കും എന്ത് വേണം? വെള്ളം വേണം. Water is found in lakes, streams and rivers. പുഴയിലും അരുവിയിലും കുളത്തിലൊക്കെയാണ് എന്താ വാട്ടർ കാണുന്നത് അല്ലെ. While many rivers and lakes are permeable with water throughout the year, others are seasonal. ചിലതിൽ എല്ലാ കാലത്തും വെള്ളം ഉണ്ടാവും, ചിലതിലാണെങ്കിലോ സീസൺ ബൈ, മഴക്കാലത്ത് മാത്രമേ വെള്ളം കാണാറുള്ളൂ. People living on the banks would have had to go in search of water during the dry season. ഇപ്പൊ ഡ്രൈ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് വെള്ളം അന്വേഷിച്ചിട്ടും ഇവർക്ക് കുറെ ദൂരം യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു. How do we know about these people? എങ്ങനെയാണ് ഇങ്ങനത്തെ ആൾക്കാരെ പറ്റി നമുക്കറിയാം? Archaeologists have found some of the things hunter gatherers made and used. ഇപ്പൊ ആർക്കിയോളജിസ്റ്റ് അല്ലെ, പുരാതന വസ്തുക്കൾ ശേഖരിച്ച് പഠിക്കുന്നവരെയാണ് ഈ ആർക്കിയോളജിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അവരിങ്ങനെ സെർച്ച് ചെയ്യണ സമയത്ത് ആണ് നമുക്ക് അവര് പണ്ട് കാലത്ത് യൂസ് ചെയ്ത വെസൽസ്, ടൂൾസ്, പിന്നെ ഫുഡ് ഐറ്റംസ്, അതൊക്കെ നമുക്ക് അതിനെ കുറിച്ചുള്ള അവയർനെസ് കിട്ടുക. Wood and bone, which of the stone tools have survived best? Some of the stone tools were used to cut. അപ്പോൾ സ്റ്റോൺ കൊണ്ടുണ്ടാക്കിയ ടൂൾസ് എന്തിനൊക്കെയാ ഉപയോഗിക്കുന്നത്?
cut meat and bone, ഇറച്ചിയും എല്ലും, scrape bark, അല്ലേ, മരത്തിന്റെ തൊലി അടർത്തിയെടുക്കാൻ, and hide, animal skins, chop ഫ്രൂട്ടും റൂട്ട്സും, അല്ലേ, ഫ്രൂട്ട് കട്ട് ചെയ്യാനും റൂട്ട്സ് എടുക്കാനും ഇതൊക്കെ ഉപയോഗിക്കും. Some may have been attached to handles of bone or wood to make spears and arrows for hunting. വേട്ടയ്ക്ക് വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കാറുണ്ട്. Other tools were used to chop wood, അല്ലേ, മരപ്പണിക്ക് വേണ്ടിയിട്ട് വേറെ ആയുധങ്ങൾ ഉപയോഗിക്കാറുണ്ട്, which was used as firewood. Wood was also used to make huts and tools. വീടുണ്ടാക്കാനും ടൂൾസ് ഉണ്ടാക്കാനും വേണ്ടിയിട്ടൊക്കെ മരം ഉപയോഗിക്കാറുണ്ട്. Choosing a place to live in, താമസിക്കാൻ ഒരു സ്ഥലം. Look at map 2 below. All the places marked with red triangles are sites from which archaeologists have found evidence of hunter-gatherers. അപ്പോൾ all the site marked as red triangle, ഭീംബേട്ക നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഹങ്സി, കുർണൂല്, അപ്പൊ ഇതിലൊക്കെയാണ് താമസിച്ചതായിട്ട് കാണപ്പെട്ടത്, ഭീംബേട്ക, ഹങ്സി, കുർണൂല്. Then only some are shown in the map. Many sites were located near, ഈ സൈറ്റ്സ് ഒക്കെ എവിടെ, ഏത് ഭാഗത്തായിട്ടാണ്, വെള്ളം അവൈലബിൾ ആയിട്ടുള്ള റിവേഴ്സ്, ലേക്സ്, ഇതിന്റെ അടുത്തൊക്കെയാണ് ഈ പ്ലേസസ് കാണിയിരിക്കുന്നത്. ബാക്കി ഓരോ മാർക്കിങ്സ് എന്താണ്, പാലിയോളിത്തിക് സൈറ്റ്സ്, നിയോളിത്തിക് സൈറ്റ്സ്, മെഗാലിത്തിക് സൈറ്റ്സ്, ഏർലി വില്ലേജ്, മോഡേൺ സിറ്റീസ്. അപ്പൊ ഇത് ഏതൊക്കെയാ എന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. As stone tools were important, people tried to find places where good quality stone was easily available. അപ്പോൾ സ്റ്റോൺ ടൂൾസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് എന്താണ്, ആൾക്കാർ ഈ സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചിരുന്നു. വേർ ഗുഡ് ക്വാളിറ്റി സ്റ്റോൺസ് വർ, നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റോൺസ് അവൈലബിൾ ആയിട്ടുള്ള പ്ലേസസ്. റോക്ക് പെയിന്റിങ്സ് ആൻഡ് വാട്ട് ദേ ടെൽ us, എ പെയിന്റിംഗ് ഫ്രം എ റോക്ക് ഷെൽട്ടർ. Describe the painting. Many of the caves in which these early people lived have paintings on the walls. അത് പല കേവ്സിലും എന്താണ്, പെയിന്റിങ്സ് കാണാറുണ്ട് അല്ലെ, വാൾസിലൊക്കെ പെയിന്റിങ്സ് കാണാറുണ്ട്. Some of the best example is from Madhya Pradesh and southern Uttar Pradesh. This painting show wild animals drawn with great accuracy in the skill. Some of the എല്ലാ കേവ്സിലും എന്താണ്, നമുക്ക് ഈ പെയിന്റിങ്സ് ഒക്കെ കാണാൻ പറ്റും. ബെസ്റ്റ് എക്സാമ്പിൾ വന്നിട്ട് മധ്യപ്രദേശിലും സദേൺ ഉത്തർപ്രദേശിലുള്ളതാണ്. പെയിന്റിംഗ് ഷോ വൈൽഡ് ആനിമൽസ് ഡ്രോൺ വിത്ത് ഗ്രേറ്റ് അക്യൂറസി ആൻഡ് സ്കില്ല്. പെയിന്റിങ്സ് എന്താണ്, വൈൽഡ് ആനിമൽസ് ഒക്കെ അല്ലെ, കാട്ടിലെ മൃഗങ്ങളും ഒക്കെയാണ് കാണുന്നത്, നല്ല സ്കില്ലോട് കൂടിയിട്ടാണ് അവരത് വരച്ചിട്ടുള്ളത്. ഭീംബേട്ക ഇൻ പ്രസന്റ് ഡേ മധ്യപ്രദേശ് ഇസ് ആൻ ഓൾഡ് സൈറ്റ് വിത്ത് കേവ്സ് ആൻഡ് റോക്ക് ഷെൽട്ടേഴ്സ്. ഭീംബേട്കയിൽ എന്തൊക്കെയുള്ള ഗുഹകളും റോക്ക് ഷെൽട്ടേഴ്സും ഉണ്ട് അല്ലെ. People choose these natural caves because they provide a shelter from them. അപ്പോൾ നാച്ചുറൽ ആയിട്ട് കേവ്സ് എന്താണ്, അത് നമുക്ക് ഷെൽട്ടറും ഫ്രം ദ റെയിൻ, ഹീറ്റ് ആൻഡ് വിൻഡ്. These rock shelters are close to the Narmada Valley. നർമ്മദ വാലിയുടെ അടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. Why people choose to live here? എന്തുകൊണ്ടാണ് ആൾക്കാർ ഇവിടെ താമസിക്കാൻ ഉദ്ദേശിക്കുന്നത്? കണ്ടില്ലേ, ഭീംബേട്ക റിവർ അല്ല, നോട്ട്, ഇറ്റ് ഈസ് എ പ്ലേസ് വിത്ത് കേവ്സ് ആൻഡ് റോക്ക് ഷെൽട്ടേഴ്സ്, ഗുഹകൾ. Sites are places where the remains of things, ഏതൊക്കെയാ, tools, pots, buildings, etc. were found. These were made, used and left behind by people. അതായത് ആൾക്കാർ ഉപയോഗിച്ചതും അവരുപയോഗിച്ച ശേഷം വെച്ചതുമായ സാധനങ്ങളാണ്. This may be found on the surface of the earth. മണ്ണിന്റെ അടിയിലാണ് ഇത് കാണപ്പെടുന്നത്. Buried under the earth or sometimes even under water. മണ്ണിന്റെ അടിയിലോ ഓർ വെള്ളത്തിന്റെ അടിയിലോ കാണാറുണ്ട്. You will learn more about different sites in later chapters. പല സൈറ്റ്സിനെ കുറിച്ചും ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൽ നമുക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാൻ പറ്റും. Find out about fire. Find the Kurnool caves on map 2. കുർണൂൽ കേവ് നമ്മൾ കണ്ടതാണ് അല്ലെ. Traces of ash have been found here. ചാരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടു. This suggests that people were familiar with the use of fire. അതായത് ആഷ് എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്, തീ ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നു. Fire could have been used for many things. Fire എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? As a source of light, to roast meat, അല്ലെ, വെളിച്ചത്തിന് വേണ്ടിയിട്ടും, പിന്നെന്താ, മീറ്റ്, ഇറച്ചി വേവിക്കാനും, ആൻഡ് ടു സ്കെയർ വൈൽഡ് ആനിമൽസ്, മൃഗങ്ങളെ പേടിപ്പിക്കാനും എന്താണ് ഫയർ ചെയ്യാറുണ്ട്. വാട്ട് ഡു വി യൂസ് ഫയർ ഫോർ ടുഡേ? ഫയർ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്? Names and dates. Archaeologists have given lengthy names for the time they were studying, that we are studying. They call the earliest period as Paleolithic. അപ്പോൾ ആർക്കിയോളജിസ്റ്റ് ഇതിനൊക്കെ ഓരോ പേര് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ആദ്യത്തേനെയാണ് അവർ പാലിയോളിത്തിക് എന്ന് പറഞ്ഞത്. This comes from two Greek words, paleo meaning old and lithio means stone. Paleo എന്ന് പറഞ്ഞ ഓൾഡും ലിത്തിയോ എന്ന് പറഞ്ഞ സ്റ്റോണും. The name points to the importance of find of some tools. ചില ടൂൾസ് കണ്ടുപിടിക്കാനും ഇത് ഉപയോഗിച്ചിരുന്നു. A Paleolithic period extends from 2 million years ago to about 12,000 years ago. അപ്പോൾ ഇത്രയും വർഷം പഴക്കമുണ്ട് അല്ലേ? This long stretch of time is divided into lower, middle and upper Paleolithic. അതായത് ഈ ഒരു പീരീഡിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ലോവറും മിഡിലും അപ്പറും ആയിട്ട്. This long span of time covers 99% of human history. അപ്പോൾ ഈ സ്പാനിന് എന്താണ് ഹ്യൂമൻ ഹിസ്റ്ററിനെ കുറിച്ചുള്ള full details നമുക്ക് അതിൽ നിന്ന് ലഭിക്കും. The period when we find environmental changes beginning from 12,000 years ago till about 10,000 years ago is called the Mesolithic. Mesolithic means Middle Stone Age. Stones tools found during the period are generally tiny and are called എന്താണ് stone tools ഒക്കെ അതിനെന്താ പറഞ്ഞ മൈക്രോലിത്ത് എന്നാണ് പറയാറ്. Microlith were probably stuck onto handles of bone or wood to make tools such as saws and sickles. At the same time, older varieties of tools continue to be. പല variety of tools use ചെയ്തുകൊണ്ടിരുന്നു. The next stage from about 10,000 years ago. അതിനെയാണ് എന്ത് പറയുക നിയോളിത്തിക് എന്ന് പറയുക. We have also mentioned the names of some places. We will find the names of many places in the later chapters. Use present day names of the places people lived in the past because we do not know what they called them. അവരെന്താണ് അപ്പോൾ പറഞ്ഞിരുന്നത് എന്നുള്ളതൊന്നും നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല because there is no history about that. A changing environment. Around 12,000 years ago, there were major changes in the climate of the world. അപ്പോൾ 12 വർഷം മുമ്പ് തൊട്ട് തന്നെ എന്താണ് അന്തരീക്ഷത്തിലെ പല മാറ്റങ്ങളും ഉണ്ട്. With a shift of relatively warm conditions. In many areas, this led to the development of grassland. പല ഭാഗത്തും പുൽമേടുകളും ഉണ്ടായിരുന്നു. This in turn lead to the increase in the number of പുൽമേട് ധാരാളം ഉണ്ടെങ്കിൽ എന്താണ് മാന, ആന്റലോപ്പ്, ഗോട്ട്, ഷീപ്പ്, ചെമ്മരിയാട്, കാറ്റിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. Animals that survived on grass. ഗ്രാസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള അനിമൽസ് ആണ് ഇതൊക്കെ. Those who hunted these animals now followed them, learning about their food. അപ്പോൾ ആദ്യം ഹണ്ട് ചെയ്തത് ഇപ്പോൾ അവരെ പിന്തുടരുകയാണ്. കാരണം അവരുപയോഗിക്കുന്ന ഫുഡ് പിന്നെന്താണ് ബ്രീഡിംഗ് സീസൺസ് അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. It is likely that this helped people to start thinking about herding and rearing them. അല്ലേ മൃഗങ്ങളെ കൂട്ടത്തോടെ വളർത്താനും അവര് പരിപാലനമൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവരെ സഹായിച്ചു. ഫിഷിംഗ് ഓൾസോ ബിക്കെയിം ഇമ്പോർട്ടൻറ്റ്. മീൻപിടുത്തം ഇപ്പം എന്താണ് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് വന്നു. മീൻസ് occupation. The beginning of farming and herding. This was also a time when several grain-bearing grasses, including wheat, barley, rice, grew naturally in different parts of the subcontinent. Men, women and children probably collected these grains as food and learned where they grew and when they ripened. അപ്പോൾ പിന്നീട് എന്താണ് പല ഭാഗത്തും ഗ്രെയിൻ ബിയറിംഗ് ഗ്രാസസ്. ഗ്രെയിൻ ബിയറിംഗ് ഗ്രാസസ് എന്ന് പറയുമ്പോൾ വിത്തുകൾ, അതായത് നെല്ല്, ബാർലി, പിന്നെ ഗോതമ്പ് ഇതൊക്കെ തരുന്ന പുൽവർഗ്ഗങ്ങൾ വളരാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഈ ഇതിലേക്ക് എൻഗേജ്ഡ് ആയി. ഇതിൽ നിന്ന് ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കാനും എങ്ങനെയാണ് അത് വളർത്തുക, എങ്ങനെയാണ് മൂപ്പെത്തുക എന്നുള്ളതിനെ ഓരോ പ്രൊസീജിയറും അവർ അതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ കർഷകരായി. People become, in this way they become farmers. People could also attract and then tame animals by learning food for them near their shelter. Animalsനെ മെരുക്കി വളർത്താനും അവർ ശീലിച്ചു. അവർക്കുള്ള ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്തു. First animal to be tamed was a wild ancestor of the dog. ഡോഗിനെയാണ് അവർ വളർത്തുമൃഗമായിട്ട് ആദ്യം തെരഞ്ഞെടുത്തത്. Later people encouraged animals that were relatively gentle to come near the camps. പിന്നെ ഓരോന്നും ശാന്തസ്വരൂപികളായ ശാന്തമായിട്ടുള്ള അനിമൽസിനെ അവര് അവരുടെ ഇതിലേക്ക് കൊണ്ടുവന്നു. അതൊക്കെയാ ഷീപ്പ്, ഗോട്ട്, കാറ്റിൽ, പിഗ് lived in herds. കൂട്ടത്തോടെയാണ് അവർ ഇതിനെയൊക്കെ വളർത്തിയിരുന്നത്. അതൊക്കെ കൂട്ടത്തോടെയാണ് വളർന്നിരുന്നതും. Some of them ate പുല്ലും കഴിച്ചിരുന്ന വർഗ്ഗങ്ങളാണ് ഇതൊക്കെ. Often people in protected these areas from the attack. Wild animalsൽ നിന്നും അറ്റാക്കിൽ നിന്ന് രക്ഷിക്കാനൊക്കെ അവർ മാക്സിമം ശ്രമിച്ചു. This is how they become herders. ഇങ്ങനെയാണ് അവർ herders ആയത്. Can you think of any reason why the dog was perhaps the first animal to be tamed? അപ്പോൾ എന്തുകൊണ്ടാണ് ഡോഗിനെ സെലക്ട് ചെയ്തത്? പെട്ടെന്ന് മനുഷ്യന്മാരായിട്ട് ഇണങ്ങുന്നതാണ് ഡോഗ് അല്ലേ?
Domestication is the name given to the process in which people grow plants and look after animals. അതായത് ഈ നെയിം എന്തിനാ കൊടുത്തിരുന്നത്? ആൾക്കാര് ചെടി വളർത്തലും പിന്നെന്താണ് ആനിമൽസിനെ നോക്കുകയും പരിപാലിക്കുകയും ചെയ്തിരുന്നു. Very often plants and animals that are tended by people become different from wild animals and wild plants and animals. അതായത് ആൾക്കാർ ഇത് വളർത്തി തുടങ്ങിയതോട് കൂടിയിട്ട് അവര് വൈൽഡ് പ്ലാന്റ്സും അനിമൽസിൽ നിന്നും വ്യത്യസ്തമായി തുടങ്ങി. ദിസ് ഈസ് ബിക്കോസ് പീപ്പിൾ സെലക്ട് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഫോർ ഡൊമസ്റ്റിക്കേഷൻ. അതായത് അവർക്ക് വളർത്താൻ പറ്റുന്ന ചെടികളെയും അനിമലെയും മനുഷ്യൻ അവരോട് അടുപ്പിച്ചു. ഫോർ എക്സാമ്പിൾ ദേ സെലക്ട് ദോസ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ദാറ്റ് ആർ നോൺ പ്രോൺ ടു ഡിസീസ്. അല്ലെ, അസുഖം പകർത്താത്ത അനിമൽസിനെയും പ്ലാന്റ്സിനെയാണ് സെലക്ട് ചെയ്തത്. ദേ ഓൾസോ സെലക്ട് പ്ലാന്റ്സ് ദാറ്റ് ഈൽഡ് ലാർജ് സൈസ് ഗ്രെയിൻ. അല്ലെ, നല്ല വലിപ്പമുള്ള വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നതും സ്ട്രോങ് സ്റ്റാക്ക് നല്ല കട്ടിയുള്ള കമ്പുകൾ കേപ്പബിൾ ഓഫ് ബിയറിംഗ് ദ വെയിറ്റ് ഓഫ് ദ റൈപ്പ് ഗ്രെയിൻ. ഇപ്പൊ നെല്ലൊക്കെ താങ്ങാനുള്ള കഴിവുള്ള പ്ലാന്റ്സ് ഉണ്ടല്ലോ. സീഡ്സ് ഫ്രം സെലക്ടഡ് പ്ലാന്റ്സ് ആർ പ്രിസർവ്ഡ് ആൻഡ് സോൺ ടു എൻഷുർ ദ ന്യൂ പ്ലാന്റ്സ്. അപ്പൊ പുതിയ ചെടികൾ സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്നും വിത്ത് ഉൽപ്പാദിപ്പിച്ചിട്ട് അത് പെരുപ്പിക്കാൻ തുടങ്ങി. Amongst animals, those are relatively gentle are selected for breeding. അപ്പോൾ മനുഷ്യരോട് ഇണങ്ങുന്ന മൃഗങ്ങളെ മാത്രമാണ് അവർ സെലക്ട് ചെയ്തത്. As a result, gradually domesticated animals and plants become different. അല്ലെ, വളർത്തു മൃഗങ്ങളും പിന്നെന്താണ് വൈൽഡ് അനിമൽസ് എന്ന് രണ്ട് കാറ്റഗറി ആവാൻ തുടങ്ങി. For example, the teeth and horns of wild animals are usually much larger than that of domesticated animals. പല്ലും നഖവും എന്താണ് വളർത്തുന്നതും വൈൽഡ് അനിമൽസും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ട്. Domestication was a gradual process that took place in many parts of the world. അതൊരു മെല്ലെ സ്ലോ ആയിട്ടുള്ള പ്രോസസ് ആയിരുന്നു. took place ലോകത്തിന്റെ പല ഭാഗത്തും ഡൊമസ്റ്റിക്കേഷൻ നടന്നിരുന്നു. It began about 12,000 years ago. 12,000 വർഷം മുമ്പാണ് ഇത് നടന്നത്. Virtually all the plants and animals produce that we use as food today. അല്ലേ, ഫുഡ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഫുഡ് ഒക്കെ അവർ പ്രൊഡ്യൂസ് ചെയ്യണതാണ്. Some of the earlier plants of the domesticated were wheat, barley. ഇതൊക്കെയാണ് ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്നത്. Domesticated animals include sheep and goat. Domesticated animals. Then ways in which grain was used. ഏതൊക്കെ വിധത്തിലാണ് നെല്ല് മീൻസ് ഗ്രെയിൻസ് ഉപയോഗിച്ചിരുന്നത്? സീഡ് വിത്തുകളായിട്ട്, ഫുഡ് ആസ് ഭക്ഷണമായിട്ട്, ആസ് ഗിഫ്റ്റ്സ് സമ്മാനമായിട്ട്, സ്റ്റോർഡ് ഫോർ ഫുഡ്. ആൻഡ് ന്യൂ വേ ഓഫ് ലൈഫ്. ഇഫ് യു പ്ലാന്റ് എ സീഡ്, നമ്മളൊരു വിത്ത് സ്റ്റോർഡ് ഫോർ ഫുഡ്, അത് എന്താണ് ഭക്ഷണമായിട്ട് ഇത് സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. എ ന്യൂ വേ ഓഫ് ലൈഫ്. ഇഫ് യു പ്ലാന്റ് എ സീഡ് യു വിൽ നോട്ടീസ് ദാറ്റ് ഇറ്റ് ടേക്സ് സം ടൈം ടു ഗ്രോ. അതായത് നമ്മൾ ഒരു വിത്ത് മുളപ്പിച്ചെടുക്കുകയാണെങ്കിൽ അത് കുറേ സമയം എടുക്കും. ദിസ് മേ ബി ഫോർ സെവറൽ ഡേയ്സ്, കുറേ ദിവസത്തേക്കോ, വീക്സ്, മന്ത്സ് ആൻഡ് സം മെനി ഇയേഴ്സ്. ചിലത് ആഴ്ചകൾ, മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങളോളം എടുക്കും. When people began growing plants, it meant that they had to stay in the same place. അപ്പോൾ ഒരു ചെടി നമ്മൾ വളർത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവർ അവിടെ ആ സ്ഥലത്ത് കുറേ കാലം താമസിക്കും. ലുക്കിംഗ് ആഫ്റ്റർ ദ പ്ലാന്റ്സ്, ചെടികളെ നോക്കിയും വെള്ളം ഒഴിച്ചും, വീഡിങ്, അല്ലെ, വേറെ വേറെ പ്ലാന്റ്സ് അതിൽ ഗ്രോ ചെയ്യണമെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് ഡ്രൈവിങ് അവേ അനിമൽസ് ആൻഡ് ബേർഡ്സ് ടിൽ ദ ഗ്രെയിൻ റൈപ്പ് ഉണ്ട്. അതൊരു ചെടിയായി മുളയ്ക്കുന്നത് വരെ അവരത് വെയിറ്റ് ചെയ്യും. അല്ലേ, ഗ്രെയിന് വിത്ത് പാകപ്പെടുത്തി എടുക്കുന്നത് വരെ അവരവിടെ വെയിറ്റ് ചെയ്യും. ആൻഡ് ദെൻ ദ ഗ്രെയിൻ ഹാഡ് ടു ബി യൂസ്ഡ് കെയർഫുള്ളി. പിന്നെ അതിനെ സൂക്ഷ്മമായിട്ട് ഉപയോഗിക്കണം. ആസ് ഗ്രെയിൻ ഹാഡ് ടു ബി സ്റ്റോർഡ് ഫോർ ബോത്ത് ഫുഡ് ആൻഡ് സീഡ്. ഭക്ഷണത്തിനും വിത്തിനും വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. പീപ്പിൾ ഹാഡ് ടു തിങ്ക് ഓഫ് വേസ് ഓഫ് സ്റ്റോറിങ് ഇറ്റ്. ഇത് സൂക്ഷിച്ച് വെക്കാനുള്ള വഴിയും നമ്മൾ തിരഞ്ഞെടുക്കണം. ഇൻ മെനി ഏരിയാസ് ദേ ബിഗാൻ മേക്കിംഗ് ലാർജ് ക്ലേ പോട്ട്സ്. വലിയ കളിമൺകലങ്ങൾ അവർ ഉപയോഗിച്ച് തുടങ്ങി. ആൻഡ് വോവ് ബാസ്കറ്റ്, അല്ലെ, കൊട്ടകൾ നെയ്യാൻ തുടങ്ങി. ഡഗ് പിറ്റ്സ് ഇൻ ടു ദ ഗ്രൗണ്ട്, മണ്ണിന്റെ അടിയിൽ വലിയ കുഴികളും കുഴിച്ചു തുടങ്ങി. ഇതൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഡു നോട്ട് ഗെറ്റ് ഡാമേജ്. ഡു യു തിങ്ക് ഹണ്ടർ ഗാദറേഴ്സ് വുഡ് ഹാവ് മെയ്ഡ് ആൻഡ് യൂസ്ഡ് പോട്ട്? അവരും ഇതുപോലെ എന്താണ് മൺകലങ്ങളും എന്തെങ്കിലുമൊക്കെ വേറെ എക്യുപ്മെന്റ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി, സീഡ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടാവും. റിയറിങ് അനിമൽസ് മൾട്ടിപ്ലൈ നാച്ചുറലി. അനിമൽസ് താനെയാണ് പെരുകുന്നത്. ബിസൈഡ്സ് ഇഫ് ദേ ആർ ലുക്ക്ഡ് ആഫ്റ്റർ കെയർഫുള്ളി ദേ പ്രൊവൈഡ്. നല്ലവണ്ണം നമ്മളത് നോക്കുകയാണെങ്കിൽ എന്താണ്, പ്രൊവൈഡ് മിൽക്ക്, പാല് തരും, വിച്ച് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഫുഡ്. മെയിൻ സോഴ്സ് ഓഫ് ഫുഡ് ആണ്, അല്ലെ. ആൻഡ് മീറ്റ്, ഇറച്ചി. ആൻഡ് വെനെവർ റിക്വയർഡ്, എപ്പോഴൊക്കെ നമുക്ക് ആവശ്യമുണ്ടോ, ദേ വിൽ ഗിവ് ദ മിൽക്ക് ആൻഡ് ഓൾസോ ദ മീറ്റ്. In other words, animals that are reared can be used as a store of food. അപ്പോൾ ഈ റിയർ ചെയ്യണ അനിമൽസ് എന്താണ്, നമുക്ക് ഫുഡിന്റെ സ്റ്റോറേജ് ആയിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം. Apart from food, what are the other things that can be used obtained from animals?
ഫുഡ് കൂടാതെ അനിമൽസിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് ലഭിക്കുന്നത്? That we can find out. Find out about the first farmers and herders. ആദ്യത്തെ കർഷകരും പിന്നെ ഈ കൂട്ടത്തോട് വളർത്തുന്നതിനെയാണ് herders എന്ന് പറയുക. Turn to map 2, page number 12. You will notice a number of blue squares. അപ്പോൾ അതിൽ റെഡും ബ്ലൂവും സ്ക്വയർസും നമ്മൾ കണ്ടിരുന്നു അല്ലെ? പാലിയോളിത്തിക്, മെസോളിത്തിക് ആൻഡ് ഏജസ്, ഓരോ ഏജസ് കണ്ടിരുന്നു. ഈച്ച് മാർക്സ് എ സൈറ്റ് ഫ്രം വെയർ ആർക്കിയോളജിസ്റ്റ് have. അപ്പോൾ ഓരോ സൈറ്റ് സ്പെസിഫൈ ചെയ്യുന്നത് എന്താണ്? ഓരോ ഏരിയാസ്, ഏത് ഏരിയയിൽ നിന്നാണോ അവര് ഇത് കണ്ടുപിടിച്ചത്, ആർക്കിയോളജിസ്റ്റ് കണ്ടുപിടിച്ചത്, ആ ഏരിയ തന്നെയാണ് അവർ സ്പെസിഫൈ ചെയ്യുന്നത്. ഫാമേഴ്സും ഹെർഡേഴ്സും. These are found all over the subcontinent. എല്ലാ സബ് കോണ്ടിനെന്റിലും ഇത് കാണാറുണ്ട്. Some of the most important ones in the northwest. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നോർത്ത് വെസ്റ്റ് മീൻസ് a specified area is Kashmir and in east and south India. To find out whether these sites were settlements of farmers and herders, scientists study evidence of plants. അപ്പോൾ ഇത് എന്താണ്? ഫാമേഴ്സിന്റെയും ഹേർഡേഴ്സിന്റെയും റിമെയിൻസ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആർക്കിയോളജിസ്റ്റ് പ്ലാന്റ്സും അനിമൽ ബോൺസും ഇതൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വൺ ഓഫ് ദ മോസ്റ്റ് എക്സൈറ്റിംഗ് ഫൈൻഡ്സ് ഇൻക്ലൂഡ്സ് റിമെയിൻസ് ഓഫ് ബേർഡ് ഗ്രെയിൻ. അപ്പൊ വലിയൊരു കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ഒരു കരിഞ്ഞ ഗ്രെയിൻസ് അല്ലെ, ഡ്രൈഡ് ആയിട്ടുള്ള നോട്ട് ഡ്രൈഡ് ബേൺഡ് ഗ്രെയിൻസിനെ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റി. ദിസ് മേ ബി ഹാവ് ബീൻ ബേൺഡ് ആക്സിഡന്റലി ഓർ ഓൺ പേർപ്പസ്, മനഃപൂർവ്വം അല്ലെങ്കിൽ മേ ബി ഓർ ആക്സിഡന്റ്. Scientists can identify these grains and so we know that a number of crops were grown in different parts of the sun. അപ്പോൾ ഈ ഗ്രെയിൻസ് ഒക്കെ കണ്ടുപിടിക്കുന്നതിലൂടെ എന്താ നമ്മൾ ആക്ച്വലി മീൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ പല സബ് കോണ്ടിനെന്റ് പല ഭാഗത്തും ഈ ഗ്രെയിൻസിനെ മുളപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ദേ ക്യാൻ ഓൾസോ ഐഡന്റിഫൈ ദ ബോൺസ്. ആനിമൽസിന്റെ ബോൺസും പല ഭാഗത്തും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട്. ടുവേർഡ്സ് എ സെറ്റിൽഡ് ലൈഫ്. അപ്പോൾ എങ്ങനെയാണ് അവർ ഒരു സ്ഥലത്ത് സ്ഥിരതാമസമാക്കാൻ തുടങ്ങിയത്? Archaeologists have found traces of hunts houses at some sites. അപ്പോൾ ആർക്കിയോളജിസ്റ്റ് ആണ് ഈ എന്താണ് കുടില് വീട് പോലത്തെ ഓരോന്നിന്റെയും സ്പെസിമെൻ അവര് ഓരോ സൈറ്റ്സിലും കണ്ടത്. ഫോർ ഇൻസ്റ്റൻസ്, in Bursaham, the present day Kashmir, people built pit houses which were dug in the ground. അപ്പോൾ മണ്ണിന്റെ അടിയിൽ ഉള്ള വീടുകൾ വിത്ത് സ്റ്റെപ്സ് ലീഡിങ് ടു ദം. അതായത് മണ്ണിന്റെ അടിയിൽ അവർ പണിയുമ്പോൾ large steps will be there. This is mainly found in Kashmir. This may be provided. അപ്പോൾ എന്തൊക്കെയാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്? ഷെൽട്ടർ ഇൻ കോൾഡ് വെതർ, ബിക്കോസ് ഇൻ ഓൾമോസ്റ്റ് half of the season will be ice contained, will be icy weather. So in order to protect that from cold, they dug their houses on the ground. Archaeologists have also found cooking hearth both inside and outside the hut. ഉള്ളിലും പുറത്തും അവരെന്താണ് കുക്ക് ചെയ്യുന്നു. വിത്ത് സച്ച് ദാറ്റ് ഡിപ്പെൻഡിങ് ഓൺ ദ വെതറുടെ അനുസരിച്ചിട്ടാണ് അവർ കുക്ക് ചെയ്യുന്നത്. ഓക്കെ, പീപ്പിൾ കുഡ് കുക്ക് ഫുഡ് ഐദർ ഇൻഡോർ ആയിട്ടോ ഔട്ട്ഡോർ ആയിട്ടോ അവർ ഫുഡ് കുക്ക് ചെയ്യാറുണ്ട്. സ്റ്റോൺ ടൂൾസ് ഹാവ് ബീൻ ഫൗണ്ട് ഫ്രം മെനി സൈറ്റ് ആസ് വെൽ. സ്റ്റോൺ കൊണ്ടുള്ള ടൂൾസ് പല ഭാഗത്തും കണ്ടിരുന്നു. മെനി ഓഫ് ദീസ് ആർ ഡിഫറെന്റ് ഫ്രം ദ ഏർലിയർ പാലിയോളിത്തിക് ടൂൾസ്. അപ്പൊ ആദ്യം കണ്ടുപിടിച്ച പാലിയോളിത്തിക് ടൂൾസിൽ നിന്നും നല്ലോണം വ്യത്യസ്തമായിരുന്നു. ആൻഡ് ദാറ്റ് ഈസ് വൈ ദേ ആർ കോൾഡ് നിയോളിത്തിക്. അതുകൊണ്ടാണ് അതിനെ നിയോളിത്തിക് എന്ന് പറഞ്ഞത്. അപ്പൊ ആദ്യം കണ്ടിരുന്നത് പാലിയോളിത്തിക് റോക്സ് ആയിരുന്നു, പിന്നെയാണ് നമ്മൾ നിയോളിത്തിക് റോക്സിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തത്. ദിസ് ഇൻക്ലൂഡ് ടൂൾസ് ദാറ്റ് വർ പോളിഷ്ഡ് ടു ഫൈൻ കട്ടിംഗ് എഡ്ജ്. അപ്പൊ അത് ടൂൾസിൽ എന്തൊക്കെയായിരുന്നു സ്പെഷ്യാലിറ്റി? മീൻസ് ഫൈൻ കട്ടിംഗ് എഡ്ജ് ഉണ്ടായിരുന്നു. പിന്നെന്താ, മോർട്ടേഴ്സും പെസ്റ്റൽസ് were used for grinding grain and other plant procedure. Mortar and pestle mainly used for grinding. Okay, mortar and pestles are used for grinding grain even today. ഇന്നും അത് ഉപയോഗിക്കാറുണ്ട്. several thousands years later, അല്ലെ, എത്രയോ വർഷങ്ങൾക്ക് ശേഷവും ഈ മോട്ടറും പെസ്റ്റലും ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. At the same time, tools of the Paleolithic types continued to be made and used. And remember, some tools were made of bone. ചിലതൊക്കെ എന്താണ്, എല്ലുകൊണ്ട് ഉണ്ടാക്കിയതാണ് ചില ടൂൾസുകൾ. Many kinds of earthen pots have also been found. പലതരത്തിലുള്ള മൺ കലങ്ങളും ഇതിൽ ഉപയോഗിച്ചിരുന്നു. These were sometimes decorated. ചിലത് ഡെക്കറേറ്റ് ചെയ്തിട്ടും and they were used for storing things. ഓരോ സാധനങ്ങൾ സൂക്ഷിക്കാനും ഉപയോഗിച്ചിരുന്നു. People began using pots for cooking food. അല്ലേ, ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി പോട്ട്സ് യൂസ് ചെയ്തിരുന്നു. എസ്പെഷ്യലി ഗ്രെയിൻസ് ലൈക്ക് റൈസ്, വീറ്റ് ആൻഡ് ലെൻഡൽസ് ദാറ്റ് നൗ ബിക്കം ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദ ഡയറ്റ്. അപ്പോൾ ഇപ്പോൾ യൂസ് ചെയ്യണ ഈ റൈസ്, വീറ്റ്, ലെൻഡൽസ് അതൊക്കെ ഏതാണ്? they were being used for cooking in the previous times. Besides, they began weaving cloth.
അല്ലേ? തുണി നെയ്യാനും using different kind of material. പല മെറ്റീരിയൽസ് ഉപയോഗിച്ച് തുണി നെയ്യാൻ തുടങ്ങി. ഫോർ എക്സാമ്പിൾ കോട്ടൺ ദാറ്റ് കുഡ് നൗ ബി ഗ്രോൺ. കോട്ടൺ ഒക്കെ ഇപ്പോൾ അവർ വിളയിച്ചെടുത്തിട്ടുണ്ട്. ഡിഡ് തിങ്സ് ചേഞ്ച് എവ്രിവർ ആൻഡ് ഓൾ അറ്റ് വൺസ്? നോട്ട് ക്വൈറ്റ് അല്ലേ? പെട്ടെന്നാണോ ഒരു മാറ്റം വന്നത്? അല്ല. ഇൻ മെനി ഏരിയാസ് മെൻ ആൻഡ് വിമൻ സ്റ്റിൽ കണ്ടിന്യൂ ടു ഹണ്ട് ആൻഡ് ഗ്യാദർ. ഇപ്പോഴും പല ഭാഗത്തും ആണുങ്ങളും പെണ്ണുങ്ങളും എന്താണ് ഹണ്ട് ചെയ്ത് വേട്ടയാടിയിട്ട് ഫുഡ് ഗ്യാദർ ചെയ്യാറുണ്ട്. ആൻഡ് എൽസ്വർ പീപ്പിൾ അഡോപ്റ്റഡ് ഫാമിംഗ് ആൻഡ് ഹേർഡിങ് സ്ലോലി ഓവർ സെവറൽ അല്ലേ? ഈ ടെക്നിക്സ് പല വർഷങ്ങൾക്ക് ശേഷവും പിന്തുടരുന്നുണ്ട്. Besides, in some cases, people try to combine these activities doing different things during different പല സീസണിലുമായിട്ട് ഈ ആക്ടിവിറ്റീസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. A closer look, living and dying in Meherga. Find Meherga on map 2. The site is located in the fertile plain near the Bolan Pass. അപ്പോൾ ഈ മെഹർഗാർ എന്ന് പറഞ്ഞ സ്ഥലം എവിടെയുള്ളത്? ബോലൻ പാസിലാണ്. വിച്ച് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റൂട്ട് ഇൻ ഇറാൻ്റെ ഒരു റൂട്ടാണ് ബോലൻ മെഹർഗ. ദാറ്റ് ഈസ് നിയർ ദ ബോലൻ പാസ്. മെഹർഗ പറയുന്നത് ബോലൻ പാസിൻ്റെ അടുത്താണ്. മെഹർഗ വാസ് പ്രോബ്ലി വൺ ഓഫ് ദ പ്ലേസസ് where people learn to grow അല്ലേ? അത് ഏത് സ്ഥലമാണ്? ബാർലിയും വീറ്റും ഒക്കെ ഗ്രോ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. റിയർ ഷീപ്പ് ഗോഡ്സ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ദിസ് ഏരിയ. ഷീപ്പിനെയും ഗോഡ്സിനെയും കൂട്ടത്തോട് വളർത്തിയത് ഈ ഭാഗത്താണ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഏർലിയസ്റ്റ് വില്ലേജസ് ദാറ്റ് വി നോ എബൌട്ട് അല്ലേ? ഏറ്റവും പഴക്കം ചെന്ന ഒരു വില്ലേജ് ആണിത്. അറ്റ് ദിസ് സൈറ്റ് മെനി ആനിമൽസ് ബോൺസ് വെർ ഫൗണ്ട്. അപ്പോൾ ഈ സൈറ്റിലാണ് പല മൃഗങ്ങളുടെ എല്ലുകളൊക്കെ കണ്ടിരുന്നത്. ബോൺസ് ഓഫ് വൈൽഡ് ആനിമൽസ് സച്ച് ആസ് ദ ഡീർ ആൻഡ് പിഗ്. വൈൽഡ് ആനിമൽസ് ഏതൊക്കെയാ? ഏതിൻ്റെയൊക്കെ ബോൺസാണ് കണ്ടിരുന്നത്? ഡീറും പിഗിൻ്റെയും. ആൻഡ് ഓൾസോ ബോൺസ് ഓഫ് ഷീപ്പ് ആൻഡ് ഗോട്ട് ഓൾസോ വെർ ഫൗണ്ട്. അതർ ഫൈൻസ് ഓഫ് മെഹർഗ ഇൻക്ലൂഡ് റിമെയിൻസ് ഓഫ് സ്ക്വയർ ഓഫ് റെക്ടാംഗുലർ ഹൗസസ്. അപ്പോൾ റിമെയിൻസ് ഏതിൻ്റെയൊക്കെ റിമെയിൻസ് ആണ്? സ്ക്വയറും റെക്ടാംഗുലർ ഹൗസസിൻ്റെ റിമെയിൻസ് കണ്ടിരുന്നു. ഈച്ച് ഹൗസ് ഹാഡ് 4 or more കമ്പാർട്ട്മെന്റ്സ് സം ഓഫ് വിച്ച് മേ ബി യൂസ്ഡ് ഫോർ സ്റ്റോറേജ്. അപ്പോൾ ഓരോ വീടിനും എന്താണ് 4-5 കമ്പാർട്ട്മെന്റുകൾ ഉണ്ടായിരുന്നു അല്ലേ? ചിലതൊക്കെ സ്റ്റോറേജിന് വേണ്ടിയിട്ടും ഉപയോഗിച്ചിരുന്നു. എ ഹൗസ് ഇൻ മെഹർഗ, ദിസ് ഈസ് വാട്ട് എ ഹൗസ് ഇൻ മെഹർഗ മേ ഹാവ് ലുക്ക് ലൈക്ക്. പോലെയാവും അത് തോന്നിയിരുന്നത്. When people die, the relatives and friends generally pay respect to them. അല്ലെ? ആൾക്കാർ മരിക്കുമ്പോൾ അവർ അതിനെ ബഹുമാനിച്ചിരുന്നു. People look after them perhaps in the belief that there is some form of life after death. That is, they believe that there will be life after death also. Burial is one such arrangement. Several burial sites have been found at Meherga. One instance, the dead person who are buried with gods which were probably meant to serve as food in the next world. അപ്പോൾ അതിനെ ഇതിൻ്റെ ഒപ്പം കുഴിച്ചിട്ടുണ്ടായിരുന്നത് ഗോട്ടിൻ്റെ ഒപ്പം, ആടുകളുടെ ഒപ്പം കുഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? ടു സെർവ് ആസ് എ ഫുഡ് ഇൻ ദ നെക്സ്റ്റ് വേൾഡ്. Imagine you live in a rock shelter like the one shown in 13 about 12,000 years ago. Your uncle is painting one of the inner walls of the cave. Want to help him. അപ്പോൾ ഏതൊക്കെ കളേഴ്സ് കൊടുക്കുക എന്നുള്ളതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യാം. Okay, so let's finish this chapter. If you are interested, please do like, share and subscribe my channel. Okay, thank you.